ഇതൊരു ഒനിക്സിൻ്റെ 5.1 ഹോം തിയേറ്ററാണ്. ഇതിപ്പം നമുക്ക് സബ് വൂഫറിൽ നോയ്സും ഹമ്മിങ്ങും ആയിട്ടാണ് കിട്ടിയത്. പിന്നെ അതുപോലെ 2 ചാനൽ ഇല്ലായിരുന്നു, ഔട്ട്പുട്ട് 2 ചാനൽ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ചിറ്റി 110 BT എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ബ്ലൂടൂത്തിൻ്റെ ഒരു ഇതാണ് BT എന്നുള്ളത്. സെറ്റിംഗ് ഒന്ന് സർവീസ് ചെയ്ത് കാണിക്കാം. അയച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോർഡ്. ഇതിൻ്റെ സബ് വരും. ഇതിൽ ഈ കാണുന്നതാണ് ചാനൽ IC-കൾ. 3 IC വരുന്നുണ്ട്. TA 2025 എന്ന് പറയുന്ന IC-കളാണ്. ഔട്ട്പുട്ട് IC-ആണ്. സബിൻ്റെ ഇത് 2030 സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതിൽ സബ് വൂഫറിൻ്റെ ഹമ്മിങ്ങും അതുപോലെ നോയ്സും വരാൻ കാരണമെന്ന് പറയുമ്പം സബിൻ്റെ ഔട്ട്പുട്ട് IC 2030 കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ചാനൽ വർക്കിംഗ് അല്ലായിരുന്നു, ഓവർ ഹീറ്റായിരുന്നു IC ഒരെണ്ണം. ഈ 2025 എന്ന് പറഞ്ഞ ഈ ഒരു IC കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അത് മാറി. അപ്പം അതിനുശേഷം ഔട്ട്പുട്ടും ക്ലിയർ ആയിട്ടുണ്ട്, സബും ക്ലിയർ ആയിട്ടുണ്ട്. റീപ്ലേസ് ചെയ്ത ഈ IC ആണ് കംപ്ലൈൻറ്റ്. 2030 എന്ന് പറഞ്ഞാൽ സബിൻ്റെ ഔട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ ചാനൽ ഔട്ടിൻ്റെയാണ് TEA 2025 എന്ന് പറഞ്ഞൊരു IC. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റുകളാണ്. ഓനിക്സ്, ഇംബെക്സ്, ഐബൽ, കാസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റുകളാണ്. എല്ലാം സെയിം ബോർഡൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കി അവരുടെ സോഫ്റ്റ്വെയറും പ്രോഗ്രാമൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നോർമൽ ഒരു ക്വാളിറ്റി അത്രയേ ഉള്ളൂ. വലിയ ഹൈ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കേൾക്കാം. നല്ലൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മൾ വേറെ ബ്രാൻഡ് നോക്കണം, സോണിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നോക്കണം. സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് RMS എന്ന് പറയുമ്പോൾ 45 വാട്ട്സാണ് വരുന്നത്. സബ് വൂഫർ നോയ്സൊക്കെ മാറിയിട്ടുണ്ട്. വൂഫർ 20 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. 5 ഇഞ്ചിൻ്റെ വൂഫറാണ് വരുന്നത്. പിന്നെ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ 5 വാട്ട്സാണ് വരുന്നത്. 5 സ്പീക്കർ വരുന്നുണ്ട്. 3 ഇഞ്ച് ടൈപ്പ് സ്പീക്കറാണ് വരുന്നത്.